വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും വന്യജീവിയുടെ ആക്രമണം. കുറിച്ചിപ്പറ്റയിൽ പശുക്കളെ ആക്രമിച്ചു. കടുവയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ പോൾ കൊല്ലപ്പെട്ട സ്ഥലത്തിന് 1 കിലോമീറ്റർ മാറിയാണ് വന്യജീവി ആക്രമണം ഉണ്ടായത്. അരുൺ പാറക്കൽ തുടരുന്നുണ്ട്. അരുൺ, വീണ്ടും അവിടെ കടുവയുടെ ആക്രമണം. ഇത് മുമ്പ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷണം നിലനിൽക്കുന്ന ഒരു പ്രദേശം മറ്റോ ആണോ? ഗോകുൽ, പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റയിലാണ് ഈ വന്യജീവി, കടുവയെന്ന് സംശയിക്കുന്ന വന്യജീവി ആക്രമണം നടത്തിയിരിക്കുന്നത്. 2 പശുക്കൾക്ക് നേരെയാണ് ഈ ജീവി ആക്രമണം നടത്തിയത്. അതിൽ ഒരു പശു ചാവുകയും ചെയ്തിട്ടുണ്ട്. കിളിയാൻകട്ടയിൽ ബിന്ദു ശശീന്ദ്രൻ്റെ പശുക്കളാണിത്. ആക്രമിച്ചത് കടുവ എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. വനംവകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഗോകുൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ പ്രദേശം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ പുൽപ്പള്ളിയിലെ സുരഭിക്കവല, അതുപോലെ തന്നെ ഈ 56 ആശ്രമകൊല്ലി ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ചെതലത്ത് റേഞ്ചാണ് വരുന്നത്. ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി, മയക്കുവെടി പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായതാണ്. ഈ പ്രദേശത്ത് 4 കൂടുകളാണ് കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ കുറിച്ചിപ്പറ്റയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ഈ പാക്കത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിൻ്റെ വീടിന് 1 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ഒരു വീട്, കടുവയുടെ ആക്രമണം ഉണ്ടായ വീട് എന്നുള്ളതാണ്. വന്യജീവികളുടെ ആക്രമണ ഭീതി രൂക്ഷമായി നിഴലിക്കുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് വനംവകുപ്പ് അന്വേഷണം തുടരുന്നുണ്ട്. കടുവയുടേതാണ് കാൽപ്പാടുകളെന്ന ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഇതുവരെയും എത്തിയിട്ടില്ല. ഈ വന്യജീവി കടുവയുടെ ആക്രമണം നിലനിൽക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ കടുവയാണ് എന്നൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ഗോകുൽ, വീണ്ടും അങ്ങനെ കുറിച്ചിപ്പറ്റയിലാണ് ഇപ്പോൾ 2 പശുക്കളെ കടുവ ആക്രമിച്ച് അതിലൊരു പശു ചാവുകയും ചെയ്യുന്നു. അത് കടുവയെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു. വനംവകുപ്പ് അത് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുൽപ്പള്ളിയിൽ ആ മേഖലയിലൊക്കെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നത് വാസ്തവമാണ്.